ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ തിയറി അല്ല. ഞാൻ പറഞ്ഞിരുന്നു ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു ലാബ് പേപ്പറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ലാബ് സൈഡിലുള്ള നിങ്ങൾ റഫ് റെക്കോർഡും ഫെയർ റെക്കോർഡും ഒക്കെ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനാണ് പോകുന്നത്. ലാബിലുള്ള ആദ്യത്തെ 2 പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്കൂളോജിയിൽ നമ്മുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ ആ പ്രോഗ്രാംസിൻ്റെ കറക്റ്റ് സംഭവം ആ ഒരു ഇമേജ് ഞാൻ കറക്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഔട്ട്പുട്ട്. അത് അതേപോലെ നിങ്ങൾ ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങിക്കുക. പാർട്ട് എ എന്ന് പറഞ്ഞിട്ട് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് എന്ന് എഴുതിയ ശേഷം നിങ്ങൾ എയിം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ആ ഒരു പേര് എയിം എഴുതുക. അതേപോലെ തന്നെ തൊട്ട് താഴെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സോഴ്സ് കോഡ് അതിലുള്ളത് പോലെ തന്നെ എഴുതി വെക്കുക. ദെൻ ഔട്ട്പുട്ട് അതിൽ കറക്റ്റ് നമ്മുടെ കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ എഴുതുക. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. 2 പ്രോഗ്രാംസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ആഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഒന്ന് ആൻഡ്രോയിഡ് പ്രോഗ്രാം ടു ടോസ്റ്റ് ഹലോ വേൾഡ് എന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമും, രണ്ടാമത്തത് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമും. ഇത് രണ്ടിൻ്റെയും കോഡും ഔട്ട്പുട്ടും ഒക്കെ ഞാൻ സ്കൂളോജിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ റെഫർ കോഡ് വാങ്ങിച്ചിട്ട് ആൻഡ്രോയിഡ് പ്രോഗ്രാം പാർട്ട് എ എന്നെഴുതിയ ശേഷം നിങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് നിങ്ങൾ ടോസ്റ്റ് ഹലോ വേൾഡ് അങ്ങനെ ഹെഡിങ് കൊടുക്കണം കേട്ടോ. ടോസ്റ്റ് ഹലോ വേൾഡ് എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഹെഡിങ്ങോടൊക്കെ അണ്ടർലൈൻ ചെയ്ത ശേഷം എയിം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എയിം അങ്ങോട്ട് എഴുതുക. എന്നിട്ട് സോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചിട്ടുള്ള സോഴ്സ് കോഡ് മുഴുവനായിട്ടും എഴുതുക. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പിക്ചർ നിങ്ങൾ വരച്ചെടുക്കുക. ഇതേപോലെ അടുത്ത പേജിൽ ആഡ് 2 നമ്പേഴ്സ് എന്ന ഹെഡിങ് കൊടുക്കുക. തൊട്ട് താഴെ എയിം എന്ന് പറഞ്ഞിട്ട് എയിം എഴുതുക. എയിം ഞാൻ അയച്ചിട്ടുള്ള ആ ഒരു ഫോൾഡറിലുള്ള ആ ഒരു ഫയലിലുണ്ട് കേട്ടോ എയിം. ആ എയിം എഴുതുക. ദെൻ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ട് ആ കോഡ് അതുപോലെ എഴുതുക. ദെൻ ഔട്ട്പുട്ട് എന്താണോ അത് അതേപോലെ നല്ല വൃത്തിയിൽ വരയ്ക്കുക. ഈ 2 പ്രോഗ്രാംസാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അസസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇന്നത്തെ ചെയ്യുന്നില്ല, കാരണം ഞാൻ തിയറി പോർഷൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾ ചെയ്തു വെച്ചിട്ട് നമ്മുടെ BCA ലാബ് എന്ന് പറയുന്ന ഗ്രൂപ്പില്ലേ അതിൽ നിങ്ങൾ എനിക്ക് ഫോട്ടോ അയച്ചു തരണം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. 2 പ്രോഗ്രാംസും ഉള്ളൂ. നല്ല വൃത്തിയിൽ തന്നെ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ.